ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടു. അതായത് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ കണ്ടൻറ്റിൽ ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാം, അതിൻ്റെ ഒരു വെബ്സൈറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് നമ്മൾ ആ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ ആ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ അതിൻ്റെ മലയാളം സബ്ടൈറ്റിൽ നമുക്ക് ലഭിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നലെ പറഞ്ഞത്. പക്ഷേ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ഒരു ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ ട്രാൻസ്ലേഷൻ ചെയ്യുന്നതിൻ്റെ ആപ്പ് അതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ അതിന് ഞാൻ ഉപയോഗിക്കുന്നത് 2 ആപ്പുകളുണ്ട്. ആ 2 ആപ്പിനെയും കുറിച്ച് ഞാൻ നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്താം. അതിന് ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ പേര് ഒന്ന് ഈസി സബ്ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു ആപ്പും അതുപോലെ തന്നെ സബ് എഡിറ്റർ എന്ന് പറയുന്ന ഒരു ആപ്പുമാണ്. അപ്പോൾ ഇതിലേത് ആപ്പാണ് നല്ലത് എന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഈ ആപ്പിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാണ്. നമുക്ക് ആദ്യം ഈസി സബ്ടൈറ്റിൽ എന്ന് പറയുന്ന ആപ്പിൻ്റെ അത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ തുറന്നപ്പോൾ ഇതിൻ്റെ മെയിൻ പേജാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്കിവിടെ താഴ്ഭാഗത്ത് വലതുഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഒരു പ്ലസ് ചിഹ്നം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ ഓപ്പൺ എന്നൊരു ഫോൾഡർ കാണാം. അവിടെയും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ സബ്ടൈറ്റിലൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ തൽക്കാലം ഇവിടെ മോണ്ടേജ് എന്ന് പറയുന്നത് സബ്ടൈറ്റിൽ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ വരും. അപ്പോൾ ഇവിടെ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് സബ്ടൈറ്റിലാണ് ഉണ്ടാവുക. ഇത് നിങ്ങൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുക. അപ്പോൾ ഇത് ഓരോ തവണ നമ്മൾ ചെയ്യുമ്പോഴും ഇവിടെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്ത ശേഷം ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ വലതുമായിട്ട് കാണുന്ന ഈ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അത് സേവ് ആവുകയുള്ളൂ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സബ് എഡിറ്റർ എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ചാണ്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിവിടെ റീസെൻറ്റ് ഫയൽ എന്ന് കാണാൻ സാധിക്കും. അതായത് ഞാനിവിടെ ചെയ്തിട്ടുള്ള സബിൻ്റെ റീസെൻറ്റ് ഫയലാണ്. പിന്നെ ഇവിടെ വലതുഭാഗത്തായിട്ട് ഓപ്പൺ ഫയൽ എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള സബ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് ഞാനിവിടെ ബ്ലൂ എലിഫൻറ്റ് എന്ന് പറയുന്ന സബ് സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ. ഇതിൻ്റെ പ്രത്യേകത മുമ്പ് നമ്മൾ ഈസി സബ്ടൈറ്റിൽ കണ്ടതിനേക്കാളും ഇവിടെ സബ്ടൈറ്റിൻ്റെ എണ്ണം ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ എത്ര സബ്ടൈറ്റിൽ ഉണ്ട് നമുക്ക് പൂർണ്ണമായും കാണാൻ സാധിക്കും. അതിനനുസരിച്ചിട്ട് നമുക്ക് സബ്ടൈറ്റിൽ ക്രമീകരിക്കാവുന്നതാണ്. ഇവിടെ 1947 സബ്ടൈറ്റിലുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സബ്ടൈറ്റിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു സബ്ടൈറ്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇവിടെ അപ്ലൈ കൊടുക്കുക. ശേഷം ഇവിടെ വലതുഭാഗത്ത് മുകളിലായിട്ട് കാണുന്ന ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ സേവ് ആസ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സേവ് കൊടുത്താൽ നമ്മുടെ ഫയൽ സേവ് ആകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക.